മഹാഭാരതത്തിൽ യുയുത്സു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ധൃതരാഷ്ട്രർക്ക് ദാസിയിൽ ജനിച്ച പുത്രനാണ്. അദ്ദേഹം കൗരവർക്കൊപ്പം കൊട്ടാരത്തിൽ തന്നെയാണ് വളർന്നത്. ആയുധവിദ്യകളൊക്കെ പഠിക്കുകയും യുദ്ധ പരിശീലനമൊക്കെ നേടുകയൊക്കെ ചെയ്ത വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളായിരുന്നു ഈ യുയുത്സു എന്ന് പറയുന്നത്. അധികാരത്തിന് വേണ്ടി പാണ്ഡവരും കൗരവരും യുദ്ധം തുടങ്ങാൻ പോകുന്നത് വരെ ഈ യുയുത്സു കൗരവർക്കൊപ്പം തന്നെ നിലകൊണ്ടു. യുദ്ധം തുടങ്ങാൻ ഇവരെല്ലാം യുദ്ധഭൂമിയിലെത്തിയപ്പോൾ ആർക്കെങ്കിലും പാണ്ഡവ പക്ഷത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് പാണ്ഡവർ അന്വേഷിച്ചപ്പോൾ സ്വന്തം സഹോദരങ്ങളെയും സ്വന്തം പിതാവിനെയും സ്വന്തം രാജ്യത്തെയും അവിടുത്തെ പ്രജകളെയും ഒക്കെ ഉപേക്ഷിച്ച് പാണ്ഡവരോടൊപ്പം പോയ ഒരു കഥാപാത്രമാണ് ഈ യുയുത്സു എന്ന് പറയുന്നത്. അധികാരം കൗരവർക്ക് നഷ്ടപ്പെടുമെന്നും പാണ്ഡവർക്ക് അധികാരം കിട്ടുമെന്നും കണ്ടാണ് യുയുത്സു ഇത്തരത്തിൽ ഒരു കാലുമാറ്റം നടത്തിയത്. ഈ കാലുമാറ്റം കൊണ്ട് യുയുത്സുവിന് പിന്നെ അധികാരം കിട്ടുകയും രാജാവാവുകയും ഒക്കെ ചെയ്തു എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അതുവരെ നിന്ന പ്രസ്ഥാനങ്ങളെയും അതുവരെ ഒപ്പം നടന്ന ആൾക്കാരെയും അതുവരെ വോട്ടിട്ട് ജയിപ്പിച്ച മനുഷ്യരെയും ഒക്കെ വഞ്ചിച്ചുകൊണ്ട് യുയുത്സുവിന്റെ വേഷം കെട്ടി മറുകണ്ഠം ചാടി അധികാരത്തിന് മത്സരിക്കുന്ന, അധികാരത്തിന് വേണ്ടി ദാഹിക്കുന്ന കുറെ മനുഷ്യരെ കണ്ടതുകൊണ്ടാണ്. മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. നമുക്കിടയിൽ നമുക്കൊപ്പം മഹാഭാരതവും മഹാഭാരത കഥാപാത്രങ്ങളും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. യുയുത്സു ഒക്കെ എന്തായി തീരുമോ എന്ന്.